നമസ്കാരം. പി കെ ലേണിക്സിൻ്റെ PYQ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2020 ഭരണഘടനയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കഴിഞ്ഞ 9 എപ്പിസോഡുകളിൽ പരിശോധിച്ചു വന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് 2020 പഞ്ചായത്തി രാജ്, മുനിസിപ്പാലിറ്റീസ്, യൂണിയൻ ടെറിട്ടറീസ്, ഈ 3 ടോപ്പിക്കുകളിലായി 2020 വിവിധ പരീക്ഷകളിലായി PSC ചോദിച്ച ഭരണഘടനാ ചോദ്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 1. അശോക് മെഹ്ത്ത കമ്മിറ്റി ഇൻ 1997 റെക്കമെൻഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ്. അപ്പം നമുക്കറിയാം ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി, അശോക് മെഹ്ത്ത കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, GVK റാവു കമ്മിറ്റി, ഇതൊക്കെ നമ്മൾ വിവിധ കമ്മിറ്റികളെ സംബന്ധിച്ചും ഈ കമ്മിറ്റികളുടെ പ്രധാനപ്പെട്ട ശുപാർശകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു കമ്മിറ്റിയാണ് 1997 ജനതാ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത അശോക് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ അശോക് മെഹ്ത്ത കമ്മിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റെക്കമെൻഡ് ചെയ്തത് 2 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റമായിരുന്നു. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി 3 ടയർ സിസ്റ്റമാണെങ്കിൽ അതിന് വിപരീതമായി 2 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് അശോക് മെഹ്ത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം 2 ടയർ മാത്രമേ ഉള്ളൂ. വില്ലേജ് ലെവലിലൊരു പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ലെവലിലൊരു പഞ്ചായത്ത്, ഇടയ്ക്കുള്ള ആ ഒരു ബ്ലോക്ക് ലെവലിലുള്ള പഞ്ചായത്ത് അശോക് മെഹ്ത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കുക, അപ്പോൾ നഗർ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, വില്ലേജ് പഞ്ചായത്ത് വില്ലേജ് ലെവലിലുള്ളതാണ്. പക്ഷേ അശോക് മെഹ്ത്ത റെക്കമെൻഡ് ചെയ്തത് പേരതല്ല. ആൻസർ പറയുന്നത് മണ്ഡൽ പഞ്ചായത്താണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് D ആണ്, മണ്ഡൽ പഞ്ചായത്ത്. ഇതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് നമ്മൾ പരിശോധിക്കാം. ദ അശോക് മെഹ്ത്ത കമ്മിറ്റി ഇൻ 1977 വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ജനതാ ഗവൺമെൻറ്. ജനതാ ഗവൺമെൻറ്റാണ് അത് അപ്പോയിൻറ്റ് ചെയ്തത്. എന്തിനായിരുന്നു? ടു റിവൈവ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ച് പഠനം നടത്തുവാനും അത് സംബന്ധിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായിട്ടാണ്, റിവൈവ് ചെയ്യുന്നതിനായിട്ടാണ് ഈ അശോക് മെഹ്ത്ത കമ്മിറ്റി രൂപീകരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് റെക്കമെൻഡഡ് റീപ്ലേസിങ് എ 3 ടയർ വിത്ത് 2 ടയർ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്. 2 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ്. അതിൽ ഞാൻ പറഞ്ഞു 2 ടയർ ഉള്ളത് വില്ലേജ് ലെവലിലാണെങ്കിൽ അത് മണ്ഡൽ പഞ്ചായത്ത്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. അറ്റ് ദ ബേസ്, അതായത് വില്ലേജ് ലെവലിൽ കവറിങ് എ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് വിത്ത് എ പോപ്പുലേഷൻ ഓഫ് 15,000 to 20,000, 15,000 മുതൽ 20,000 വരെ ജനസംഖ്യയുള്ള വില്ലേജുകളുടെ ഒരു പഞ്ചായത്താണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയുന്നത്, ഏറ്റവും ബേസായിട്ട്. അത് കഴിഞ്ഞ് ബ്ലോക്ക് ലെവലിലില്ല, അതായത് അതിൻ്റെ മിഡിൽ ലെവലിലൊരു പഞ്ചായത്ത് അശോക് മെഹ്ത്ത റെക്കമെൻഡ് ചെയ്തില്ല. ജില്ലാ ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ജില്ലാ പരിഷത്ത് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. അപ്പോൾ ബേസ് ലെവലിൽ മണ്ഡൽ പഞ്ചായത്തും ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പഞ്ചായത്തും ജില്ലാ പരിഷത്തും. ഇതായിരുന്നു അശോക് മെഹ്ത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, ഇനി ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളിലൊന്നായിരുന്നു ഇറ്റ് വാസ് ദ ഫസ്റ്റ് കമ്മിറ്റി ടു റെക്കമെൻഡ് ദ ഒഫീഷ്യൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ പഞ്ചായത്ത് ഇലക്ഷൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് അശോക് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് കമ്മിറ്റിയാണ് ടു റെക്കമെൻഡ് ദ ഒഫീഷ്യൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ പഞ്ചായത്ത് ഇലക്ഷൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം. അതുപോലെ തന്നെ ഇറ്റ് പ്രപ്പോസ്ഡ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് കമ്പൽസറി പവേഴ്സ് ഓഫ് ടാക്സിംഗ് ടു എൻഷുർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇപ്പം ധനകാര്യ സ്വാതന്ത്ര്യത്തിനായിട്ട്, അതായത് ഇത്തരത്തിലുള്ള സെൽഫ് ഗവൺമെൻറ്റാണ്, തദ്ദേശമായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം ഭരണമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്, സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ധനപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യത്തിനേക്കായി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് വേണം? ടാക്സ്, പവേഴ്സ് ഓഫ് ടാക്സേഷൻ
നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നികുതികൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കമ്പൽസറി ആയിട്ട് നൽകേണ്ടതുണ്ട്. ഷുഡ് ഹാവ് കമ്പൽസറി പവേഴ്സ് ഓഫ് ടാക്സേഷൻ ടു എൻഷുർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇറ്റ് സജസ്റ്റ് ദ ഡിസ്ട്രിക്ട് ഷുഡ് ബി ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ബിറ്റ്വീൻ ദ ബിലോ ദ സ്റ്റേറ്റ് ലെവൽ. അതായത് സംസ്ഥാനത്തിന് കീഴേ, അതായത് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന സംവിധാനം തന്നെ നമ്മൾ വിഭാവന ചെയ്തത് അധികാര വികേന്ദ്രീകരണത്തിനാണ്. അധികാരം താഴെ തട്ടിലേക്ക് വികേന്ദ്രീകരിച്ചു പോവുക, കേന്ദ്രീകരിക്കാതെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വികേന്ദ്രീകരണമാണ് നമ്മൾ ഈ പഞ്ചായത്ത് രാജ് കൊണ്ട് നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വികേന്ദ്രീകരണം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിന് തൊട്ട് കീഴിൽ ജില്ലാ തലത്തിലായിരിക്കണം അതിൻ്റെ അടുത്ത വികേന്ദ്രീകരണം വരുന്നത്. ജില്ലാ തലത്തിലേക്ക് വികേന്ദ്രീകരണം വരുന്ന ഫസ്റ്റ് ലെവൽ സ്റ്റേറ്റ് സംസ്ഥാന തലത്തിന് കീഴിൽ ആദ്യമായി ഒരു ലെവൽ നമ്മൾ വികേന്ദ്രീകരിച്ച് നൽകേണ്ടത് ഡിസ്ട്രിക്ട് ലെവലിലാണെന്നുള്ളതാണ് ആയിരിക്കണമെന്നുള്ളതാണ് അശോക് മെഹ്ത്ത പറഞ്ഞത്. ഇറ്റ് സജസ്റ്റ് ദ ഡിസ്ട്രിക്ട് ഷുഡ് ബി ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ബിലോ ദി സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In the Indian Constitution, which type of the Sabha is mentioned under Panchayat Raj? അല്ലേ, പഞ്ചായത്ത് രാജ് തുടങ്ങുന്ന ആർട്ടിക്കിൾ 243 നമുക്ക് പഞ്ചായത്ത് രാജ് തുടങ്ങുന്നത്. 243 തുടങ്ങുന്നത്. പാർട്ട് 9 ഭാഗം 9. ഈ 243 എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. അതായത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട 9ാം ഭാഗത്തിലെ പല പദപ്രയോഗങ്ങളുടെയും നിർവചനങ്ങളാണ് നമ്മൾ 243 കാണുന്നത്. ഡെഫിനിഷൻസ് ആണ് 243 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 243 ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഒരു സഭയെ പറ്റി ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്, നിർവചനം നൽകിയിട്ടുണ്ട്. അത് ഏത് സഭ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ടൈപ്പ് ഓഫ് സഭ ഈസ് മെൻഷൻഡ് അണ്ടർ പഞ്ചായത്ത് രാജ്, അത് പർട്ടിക്കുലർലി ആർട്ടിക്കിൾ 243 ആണ്. അതിൽ തന്നെ ക്ലോസ് ഉണ്ട്. അത് ക്ലോസ് ഏതാണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷനിൽ പരിശോധിക്കാം. അപ്പോൾ ഈ 243 ഒരു സഭയെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്. അത് ഏത് സഭ എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് സഭയാണോ, ഗ്രാം സഭയാണോ, നഗർ പഞ്ചായത്ത് സഭയാണോ, ജില്ലാ സഭയാണോ? ഇത് ICDS സൂപ്പർവൈസർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഈ വകുപ്പിലെ ICDS സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഏത് സഭയാണ്. ആൻസർ ഗ്രാം സഭ, ഗ്രാമസഭ എന്ന് നമ്മൾ പറയുന്ന ഗ്രാം സഭ. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. നമ്മൾ എക്സ്പ്ലനേഷൻ നോക്കാം. ദ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1992 1992 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഭരണഘടനാപരമാക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ വിധേയമാക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നേഷൻ നൽകുന്നത്. ഭരണഘടനയിൽ ഭാഗം 9 ചേർക്കുന്നു. അപ്പോൾ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 1992 ഗേവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ബൈ ആഡിങ് പാർട്ട് 9 ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭാഗം 9 പഞ്ചായത്ത് രാജ് ചേർക്കുകയും പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഭരണഘടനാ പദവി നൽകുകയും ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് 73rd അമെൻമെൻറ്റ് ആക്ട് 1992. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 243B, ഞാൻ പറഞ്ഞു അതിന് ക്ലോസ് ഉണ്ട്. അത് നമ്മൾ എക്സ്പ്ലനേഷനിൽ പരിശോധിക്കുന്നുണ്ട്. 243B എന്താ പറയുന്നത്? ഫോർമലി ഡിഫൈൻ ദി ഗ്രാം സഭ. ഇതാണ് നമ്മൾ ചോദ്യമായിട്ട് വന്നത്. As a body consisting of person registered in the electoral rolls of a village within the area of panchayat at the village level. വില്ലേജ് തലത്തിൽ ഒരു പർട്ടിക്കുലർ വില്ലേജിൽ കീഴിൽ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ കീഴിൽ ആ ഏരിയയുടെ വോട്ടർ ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ടറൽ റോൾ അല്ലെങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന അതിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അംഗങ്ങളുടെ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സമിതിയാണ് നമ്മൾ ഗ്രാമസഭ എന്ന് പറയുന്ന ഗ്രാം സഭ. 243B-യിലാണ് 243 എന്ന് പറയുന്ന ഡെഫിനിഷനാണ്, നിർവചനങ്ങളാണ്. അതിൽ ബിയിലാണ് ഗ്രാം സഭ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗ്രാം സഭ, ഇറ്റ് ഡിഫൈൻസ് ഗ്രാം സഭ ആസ് എ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് പേഴ്സൺ രജിസ്റ്റേർഡ് ഇൻ ദ ഇലക്ടറൽ റോൾ, വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ ഇലക്ടറൽ റോളിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ഓഫ് എ വില്ലേജ് വിത്തിൻ ദ ഏരിയ ഓഫ് എ പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ. ആ പഞ്ചായത്തിൽ ഒരു വില്ലേജിന് കീഴിൽ ഒരു പഞ്ചായത്തിൽ ഒരു വില്ലേജിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വോട്ടേഴ്സിൻ്റെ ഒരു സമിതിയാണ് നമ്മൾ ഗ്രാമസഭ. അപ്പം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഗ്രാമസഭ കൂടുന്നു അല്ലേ. അതാണ് ഏറ്റവും
താഴേ തട്ടിലുള്ള ഒരു എന്താണ് ഈ ഡെമോക്രസിയിൽ ജനപങ്കാളിത്തം എന്ന് പറയുന്നത്. ഏറ്റവും താഴെ തട്ടിൽ നമ്മളതിൻ്റെ പാർട്ടാവുകയാണ്. പല ഡിസിഷൻസിൻ്റെയും ഭാഗമായി മാറുക, പല തീരുമാനങ്ങളുടെയും ഭാഗമായി മാറുകയാണ്. പാർട്ടിസിപ്പേഷനാണ്, ജനപങ്കാളിത്തമാണ് ഈ ഏറ്റവും താഴെ തട്ടിലുള്ള ജനാധിപത്യ പ്രക്രിയയിൽ. ഓക്കെ, ആർട്ടിക്കിൾ 243A, ഈ 243A ഉണ്ട്. ഈ എയിൽ എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ എ ആണ്, സ്മോൾ എ അല്ല, ക്യാപിറ്റൽ എ. അത് മറ്റൊരു ആർട്ടിക്കിളാണ് 243A എന്ന് പറയുന്നത്. 243A എന്താ പറയുന്നത്? പ്രൊവൈഡ് ദാറ്റ് എ ഗ്രാമസഭ മേ എക്സസൈസ് സച്ച് പവേഴ്സ് ആൻഡ് പെർഫോം സച്ച് ഫംഗ്ഷൻസ് അറ്റ് ദ വില്ലേജ് ലെവൽ ആസ് എ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് മേ ബൈ ലോ പ്രൊവൈഡ്. അല്ലേ, ഒരു സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലം ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണോ അതേ പെർഫോം എന്താണ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അതേ ഫങ്ഷൻസും പവേഴ്സും അതേ അധികാരങ്ങളും ചുമതലകളും ഒരു വില്ലേജ് തലത്തിൽ ആര് നിർവഹിക്കും? ഗ്രാമസഭ നിർവഹിക്കും. അത് ആ സംസ്ഥാനം ഉണ്ടാക്കുന്ന നിയമമനുസരിച്ചാണ്. സ്റ്റേറ്റ് മേ ബൈ ലോ പ്രൊവൈഡ്, നിയമം ഉണ്ടാക്കും. അതാണ് നമ്മൾ KPR ആക്ട് എന്ന്, കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ പഞ്ചായത്ത് രാജ് ആക്ട് നമ്മൾ ഈ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം നമ്മൾ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ആക്ട് പ്രകാരം എന്താണ് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത്? ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ മണ്ഡലം എത്രത്തോളം പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ, അല്ലെങ്കിൽ അതേ രീതിയിൽ, അത്രത്തോളം എന്ന് പറയുന്നതിനേക്കാൾ ശരി, അതേ രീതിയിൽ എന്താണ് അല്ലെ സച്ച് ഫങ്ഷൻസ് അറ്റ് ദ വില്ലേജ് ലെവൽ, വില്ലേജ് തലത്തിൽ ഈ ഗ്രാമസഭ നിർവഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ഒരു നമുക്ക് ചുരുക്കി പറയാം, ഒരു നമ്മളെ കേരള നിയമസഭ പോലെ ചെറിയ ഒരു മിനിയേച്ചർ ഫോമാണ് വില്ലേജ് തലത്തിലുള്ള ഈ ഗ്രാമസഭ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 243 വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പഞ്ചായത്ത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 243-ൽ ഡെഫിനിഷൻസ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. 243-ൽ ഡെഫിനിഷൻസ് നൽകിയെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ബി നോക്കി. ബി എന്ന് പറയുന്നത് ഗ്രാമസഭയാണ് അല്ലേ. ഗ്രാമസഭയുടെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. ഇതേ 243-ൽ മറ്റ് ഡെഫിനിഷൻസും ഉണ്ട്. അതിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഡെഫിനിഷൻസും ഉണ്ട്. ആ ഡെഫിനിഷൻ പ്രകാരം പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. അതിൽ കൃത്യമായി പറയുന്നുണ്ടെന്നാണ് സെൽഫ് ഗവൺമെൻറ്. അത് ഏത് ക്ലോസ് നമുക്ക് പരിശോധിക്കാം? 243D. According to Article 243D, Panchayat means an institution by whatever name called. അത് ഓരോ സംസ്ഥാനത്തും അത് ആ സംസ്ഥാനത്തിൻ്റെ ഭാഷയ്ക്കനുസരിച്ചായിരിക്കും എന്താണോ അറിയപ്പെടുന്നത്. പക്ഷേ വില്ലേജ് ലെവലിലുള്ള ആ ഒരു സംവിധാനത്തെ അല്ലേ എന്നറിയപ്പെടും അല്ലേ, മീൻസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ്. സ്വയം ഭരണമുള്ള ഒരു സ്വയംഭരണ സർക്കാർ എന്നുള്ള രീതിയിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സെൽഫ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ആർട്ടിക്കിൾ 243. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 243B പ്രകാരമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്ത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 243B. പക്ഷേ അതിൻ്റെ ഡെഫിനേഷൻ നൽകിയിരിക്കുന്നത് 243 ക്ലോസ് ഡിയിലാണ്. മറ്റത് 243B എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ പഞ്ചായത്ത് രാജ് പഠിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. 243B എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്താണ്. ഓക്കെ, ഡെഫിനിഷൻസിലാണ് എന്താണ് ഒരു പഞ്ചായത്ത് എന്നുള്ളൊരു അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കാണ് സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, ദ 73rd Amendment Act aimed to transform പഞ്ചായത്ത് ഫ്രം മിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ് ഇൻ ഓട്ടോണമസ് യൂണിറ്റ്സ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. 73ാം ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത് ഈ പഞ്ചായത്തുകളെ ഒരു ഭരണപരമായിട്ടുള്ള ഒരു ഏജൻസി, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി, ഒരു ഭരണപരമായ ഏജൻസി എന്നതിലുപരി ഒരു സ്വയം ഭരണ അവകാശമുള്ള ഓട്ടോണമസ് യൂണിറ്റുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ തദ്ദേശ സർക്കാരുകളുടെ ഒരു ഓട്ടോണമസ് യൂണിറ്റായിട്ടൊരു സ്വയം ഭരണ യൂണിറ്റായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് 73rd Amendment Act. അതിന് മുന്നേ അത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി എന്നുള്ള രീതിയിലായിരുന്നു. മനസ്സിലായല്ലോ? അതിനുശേഷമാണ് അതൊരു ഓട്ടോണമസ് യൂണിറ്റ്സ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സർക്കാരുകളെ ഒരു ഓട്ടോണമസ് യൂണിറ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റാണ് 73rd Constitutional Amendment Act of 1992. These units are empowered to prepare plans for economic development and social justice and to implement schemes related to the subjects enlisted in the 11th schedule, which contain 29 functional items. അപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട പട്ടിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പട്ടിക 11, ഷെഡ്യൂൾ 11.
ഈ ഷെഡ്യൂൾ ലെവലിൽ 29 ഐറ്റങ്ങളുണ്ട്, ഫങ്ഷണൽ ഐറ്റംസ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ തദ്ദേശ സ്വയംഭരണ സർക്കാരുകളായിട്ടുള്ള പഞ്ചായത്തുകൾക്ക് എന്താണ് പോളിസികൾ അല്ലേ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വികസനത്തിനും സാമൂഹിക നീതിക്കുമായിട്ടുള്ള പദ്ധതികൾ, പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ സ്കീമുകൾ, പദ്ധതികൾ വിഭാവന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന 11ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന 29 ഐറ്റം. അപ്പോൾ ഈ 11ാമത്തെ ഷെഡ്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസിൻ്റെ എണ്ണം 29 എന്ന് പറയുന്ന നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ മെനി പോസ്റ്റ് ആർ റിസർവ് ഫോർ വിമൻ ഇൻ അറ്റ് ഓൾ ലെവൽ ഇൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം? ഈ റിസർവേഷൻ കൃത്യമായിട്ട് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭാഗം 9 പറയുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിൽ ഒരു ചെറിയ സാങ്കേതിക പിഴവുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ആൻസർ നിങ്ങൾക്കറിയാം, 1/3, 3/1. പക്ഷെ ഭരണഘടനയിൽ 3/1 പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് ഈ ചോദ്യത്തിലെ ഓപ്ഷനുകളിലെ ഒരു ചെറിയ ടെക്നിക്കൽ എറർ എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം, ഭരണഘടനയുടെ ഭാഗം 9 ഏത് ആർട്ടിക്കിളിലാണ് ഈ റിസർവേഷൻ ഓഫ് സീറ്റുകളുടെ സംവരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതെന്ന് നോക്കാം. ആർട്ടിക്കിൾ 243D ആണ്. 243 തുടങ്ങി ഇങ്ങനെ 243, 243A, 243B, 243C, അത് കഴിഞ്ഞ് 243D. അതൊരു ആർട്ടിക്കിളാണ്. ക്യാപിറ്റൽ D കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ആർട്ടിക്കിളാണ്. ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് അത് പുതിയൊരു ആർട്ടിക്കിൾ എന്നുള്ള രീതിയിലാണ്. മനസ്സിലായല്ലോ. സ്മോൾ ലെറ്ററാണ് വരുന്നത്, നമുക്കറിയാം അത് ക്ലോസ് ആണ് ആർട്ടിക്കിൾ, അതല്ലാതെ അതിന് താഴെയുള്ള ക്ലോസ് ആണെന്നുള്ള അറിയാം. ഓക്കെ, അപ്പോൾ 243D എന്ന് പറയുന്നത് പുതിയൊരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളാണ് റിസർവേഷൻ ഓഫ് സീറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അതിൽ തന്നെ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ക്ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 243D(3) ആണ്. 243D(3)ലാണത് പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് നോട്ട് ലെസ് ദാൻ 1/3. 1/3 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നോട്ട് ലെസ് ദാൻ 1/3 എന്നാണ്. 3/1 അല്ലേ, 3/1 കുറയാത്ത എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 3/1 മേളിൽ എത്ര വേണമാകാം? ഇപ്പോൾ 2/1 ആകാം, അതായത് 1/2 ആകാം. എന്തായാലും ഒരു പ്രശ്നമില്ല. 3/1 കുറയാത്ത, 3/1 കുറയാൻ പാടില്ല. 33.13% 33.33 വരും 3/1 പറയുമ്പോൾ. 33 ഇങ്ങനെ റെക്കർ ചെയ്ത് പോകും. 33% അല്ലെങ്കിൽ ആ ഒരു 3/1 സീറ്റ്, ഇപ്പോൾ 99 സീറ്റ് ഉണ്ടെങ്കിൽ പഞ്ചായത്തിലൊന്നും അത്രയും വരത്തില്ല. പഞ്ചായത്തിലൊന്നും മനസ്സിലായല്ലോ, 33 സീറ്റുകൾ അല്ലേ, 99 ഉണ്ടെങ്കിൽ 33 സീറ്റുകൾ കുറഞ്ഞത്, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അല്ല 33 സീറ്റ് മാത്രം എന്നുള്ള നിലയിലല്ല, 1/3 എന്നുള്ളത് മാത്രമല്ല ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. നോട്ട് ലെസ് ദാൻ 3/1 കുറയാത്തതെന്നാണ്. അതിൽ കൂടുതൽ എത്ര വേണോ ഒരു പ്രശ്നവുമില്ല. മനസ്സിലായല്ലോ. including the number of seats reserved for SC, ST and SC/ST women of the total number of seats to be filled by direct election, every panchayat shall be reserved for women. ഇത്രയും വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ. The total number of seats in the panchayat, the number of the chairperson of the village, intermediate and district level. ഇത് ടോട്ടലിൽ മാത്രം പോരാ, അതായത് ആ പഞ്ചായത്തിലെ ടോട്ടൽ അംഗസംഖ്യയിൽ മാത്രം പോരാ. ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ പഞ്ചായത്ത്, അതിൽ മാത്രം പോരാ ഈ 3/1 കുറയാത്ത എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഓഫീസ് ഓഫ് ചെയർപേഴ്സൺ അറ്റ് ദ വില്ലേജ്, ഇന്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 തലത്തിലുള്ള പഞ്ചായത്തുകളിലെയും ചെയർപേഴ്സൺസ്. മനസ്സിലായല്ലോ. ഇപ്പോൾ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇതെല്ലാം ചെയർപേഴ്സൺസാണ്. ഇത് ഈ ചെയർപേഴ്സണുകളും എത്ര ആയിരിക്കണം? മൊത്തത്തിലുള്ളതിൻ്റെ 3/1 കുറയാൻ പാടില്ല. മനസ്സിലായല്ലോ. ഈ റിസർവേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു, അല്ലെങ്കിൽ ഇറ്റ് അപ്ലൈസ് ടു ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ മൊത്തം സീറ്റുകളിലെ 3/1 കുറയാത്ത അത്രയും വനിതകൾക്ക് സംവരണം ചെയ്യണം. അതുപോലെ വില്ലേജ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചെയർപേഴ്സൺസ് എടുത്തു കഴിഞ്ഞാൽ അതും 3/1 കുറയാത്ത അത്രയും സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കണം. അപ്പോൾ ഈ 3/1 കുറയാത്തത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ എത്ര വേണം ആകാം. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളും നിയമം മുഖേന, കാരണം സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാതെ, പഞ്ചായത്ത് രാജ് ഈ 1992 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഇത് പഞ്ചായത്തിന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ. അത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ചിലതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ളതാണ്. അത്
രാജ്യം മൊത്തം യൂണിഫോമിറ്റി വേണ്ട കാര്യങ്ങളെല്ലാം അതുപോലെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിനൊക്കെ കഴിയുള്ളൂ. ബാക്കി ചില കാര്യങ്ങൾ മാൻഡേറ്ററി അല്ലാത്ത സാധനങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണ്? അതത് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ മണ്ഡലങ്ങൾ നിയമം മുഖേന തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1/3 കുറയാത്ത എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ 1/3 കുറയാത്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുണ്ട്. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. വൈൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് എ മിനിമം 1/3, ദാറ്റ് ഈസ് 33.3%, many states such as Bihar, Andhra Pradesh, Kerala and others have increased the reservation to 50% through their state legislation. അവരുടെ സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലം പാസ്സാക്കിയ നിയമത്തിലൂടെ 50% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഗ്രാമസഭ? ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് 243 ആണ്. 243 നമ്മൾ കൃത്യമായി പറഞ്ഞായിരുന്നു. ബിയിലാണ് അതിൻ്റെ ഡെഫിനിഷൻ. പക്ഷേ ഇതിൻ്റെ പവേഴ്സ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് 243A അല്ലേ? പവേഴ്സ്, അതായത് ഇതിൻ്റെ അധികാരങ്ങളും ചുമതലകളും ഒരു സംസ്ഥാനത്തിൻ്റെ സംബന്ധിച്ച് ഒരു സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലം എന്തൊക്കെ അധികാരങ്ങളും ചുമതലകളുണ്ടോ അത്തരത്തിലുള്ള അധികാരങ്ങളും ചുമതലകളും ആയിരിക്കും ഒരു വില്ലേജ് തലത്തിൽ ഗ്രാമസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 243A ആണ്. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ 243B. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ 243 ആണ്. മനസ്സിലായല്ലോ? 243A എന്ന് പറഞ്ഞാൽ മറ്റൊരു ആർട്ടിക്കിളായി. പക്ഷേ ഇവിടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഡെഫിനിഷനാണ്. അതുകൊണ്ട് നമുക്ക് 243 തന്നെ എടുക്കാം. കാരണം മറ്റ് ആൻസർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 248 റെസിഡ്യൂറി പവേഴ്സാണ് അല്ലേ? നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ്, നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ 246 246 നമ്മൾ ലിസ്റ്റുകൾ തരംതിരിച്ചിട്ടുണ്ടല്ലോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നൊക്കെ. എന്നാൽ ഈ 3 ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പാർലമെൻറ്റിനാണ് നിയമങ്ങൾ പാസ്സാക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന അവശിഷ്ട അധികാരം. മനസ്സിലായല്ലോ? അവശിഷ്ട വിഷയങ്ങളിൽ ആർക്കാണ് നിയമം പാസ്സാക്കാനുള്ള അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം എന്ന് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം എന്നാണ് റെസിഡ്യൂറി പവേഴ്സ്. അത് 248 റെസിഡ്യൂറി പവേഴ്സ്. ആർട്ടിക്കിൾ 233 എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ്, ജില്ലാ ജഡ്ജിമാരുടെ നമ്മുടെ സബോർഡിനേറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ടതാണ് ഈ 233 എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ജുഡീഷ്യറിയിൽ സബോർഡിനേറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ്. അതാണ് 233. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ A ആണ്. ആർട്ടിക്കിൾ 243 സർവ് ദ ഡെഫിനിഷൻ ആർട്ടിക്കിൾ എൻ്റയർ പാർട്ട് 9. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗം 9 പറഞ്ഞിരിക്കുന്ന ചില പദങ്ങളുടെ അല്ലെങ്കിൽ പദപ്രയോഗങ്ങളുടെ നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് ആണ് ആർട്ടിക്കിൾ 243 ജനറൽ ആയിട്ടുള്ളത്. അതിൽ പിന്നെ ആർട്ടിക്കിൾ 243A എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ഗ്രാമസഭ, ഗ്രാമസഭയുടെ പവേഴ്സുമായി ബന്ധപ്പെട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു 243A എന്ന് പറയുന്നത്. 248 റെസിഡ്യൂറി പവേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ, അത് പാർലമെൻറ്റാണെന്നുള്ളത് നമുക്കറിയാം. ആർട്ടിക്കിൾ 223 ഡീൽസ് അപ്പോയിൻമെൻറ്റ് ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 233. ഓക്കെ. ഇൻ വിച്ച് ഇയർ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ്? വളരെ മനോഹരമായൊരു ചോദ്യമാണ്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് ചോദിച്ചതാണ്. 1957 1957 ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി നിയോഗിക്കുന്നത്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നിലവിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ടുള്ളതും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും NES CDPൻ്റെ NESുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തുവാനും അതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സമർപ്പിക്കുവാനായിട്ടാണ് 1957 ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. The Government of India appointed the committee in January 1957 to examine the working of the Community Development Program CDP 1952, NES National Extension Service 1953. അന്ന് നിലവിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും 1952 CDPയും 1953 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുവാനും അതുമായി ബന്ധപ്പെട്ട് ശുപാർശകൾ സമർപ്പിക്കുവാനായിട്ടാണ് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി 1957 ജനുവരിയിൽ നിയമിക്കുന്നത്. ദ ചെയർമാൻ ഓഫ് ദിസ് കമ്മിറ്റി വാസ് ബൽവന്ത് റായ് ജി മെഹ്ത്ത. ദ കമ്മിറ്റി സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ November 1957 recommending the establishment of the scheme of democratic decentralization which ultimately came into known as Panchayati Raj. Okay. 3-tier system. It famously proposed the 3-tier system, Gram Panchayat, Panchayat Samiti, Jilla Parishad. അപ്പോൾ ഈ ബൽവന്ത് റായ് മെഹ്ത്ത റെക്കമെൻഡ് ചെയ്തത് 3-tier ആണെന്നും അതിൽ ഒന്നാമത്തത് എന്താണ് ഗ്രാം പഞ്ചായത്ത്,
വില്ലേജ് ലെവലിൽ ഗ്രാമപഞ്ചായത്തും അല്ലേ, അതുപോലെ അതിനിടയ്ക്ക് ബ്ലോക്കിൽ പഞ്ചായത്ത് സമിതിയും, ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ ജില്ലാ പരിഷത്ത്. അപ്പോൾ ഈ പേരുകൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് ചെയ്യുക. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, മറ്റേതാണെങ്കിൽ മണ്ഡൽ പരിഷത്താണ്, മനസ്സിലായല്ലോ അല്ലേ? ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും. ഓക്കെ, ഏത് അശോക് മേത്തയാണെങ്കിൽ ഇത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഓക്കെ, ഈ പേരുകൾ വളരെ കൃത്യമായി, ഈ 3 ടയർ ലൈൻ, 2 ടയർ ലൈൻ പേരുകൾ വളരെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. At the district level, the collector or the deputy commissioner should be the captain of the team of officers of all developments and should be made fully responsible for securing the necessary coordination and cooperation in the preparation and execution of the district plan for community development. ഇത് KS 2020 ചോദിച്ച ചോദ്യമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജില്ലാതല പ്ലാനിങ്ങുമായി, ആസൂത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും കോഓർഡിനേഷൻ, ഏകോപനവും കോഓപ്പറേഷൻ, സഹകരണവുമായി ബന്ധപ്പെട്ട് അത് സെക്യൂർ ചെയ്യാനായിട്ട്, അത് ഫലപ്രാപ്തിയിലെത്തിക്കുവാനായിട്ട്, സെക്യൂർ ചെയ്യാനായിട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിൽ അത് കളക്ടർ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് അറിയപ്പെടുന്നത്. കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കണം ആ ഒരു ടീം ഓഫ് ഓഫീസേഴ്സിൻ്റെ ഈ ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് അത് ഏകോപിപ്പിക്കുന്നതിനും അതിൻ്റെ സഹകരണമെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് അത് സെക്യൂർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരായിരിക്കണം? ഈ ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിൽ അത് കളക്ടറായിരിക്കണം, ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കണം. കളക്ടർ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഡെപ്യൂട്ടി കമ്മീഷണർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞത് ഏത് കമ്മിറ്റി? അപ്പോൾ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻ, പ്രധാനപ്പെട്ട ശുപാർശകൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ കഴിയൂ. അതാണ് ഈ ചോദ്യത്തിൻ്റെ മനോഹാരിത, മനസ്സിലായല്ലോ. ഇതാരാ പറഞ്ഞത്? പറഞ്ഞത് ബൽവന്തർ റായ് മേത്തയാണ്. ബൽവന്തർ റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, Answer A. The Balwantara Rai Mehta Committee in 1957 recommended that the district collector should be the captain of the team of officers at the district level and made fully responsible for coordinating the preparation and execution of district plan. ജില്ലാ പ്ലാനുകൾ അല്ലെങ്കിൽ ജില്ലാതല പ്ലാനുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ, അതിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആ ഒരു ജില്ലാതലത്തിലൊരു ടീമായിരിക്കും. ആ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും. ഇനി അശോക് മേത്തയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ഞാൻ പറഞ്ഞല്ലോ, 2 ടയർ സിസ്റ്റം, മണ്ഡൽ പഞ്ചായത്ത് നേരത്തെ പറഞ്ഞു, ജില്ലാ പരിഷത്ത്. GVK റാവുവിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട് 1985. ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാചകമുണ്ട് ഈ GVK റാവു കമ്മിറ്റിയിൽ. ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് വേരുകളില്ലാത്ത ഒരു പുല്ല് അല്ലേ, ഗ്രാസ്, ഒരു പുൽച്ചെടി അല്ലെങ്കിൽ ഒരു പുല്ല് എങ്ങനെയാണോ, വേരില്ലാത്ത പുല്ലെന്താണ്, ഒരു റൂട്ടില്ലാത്ത ഗ്രാസ് ആണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എത്ര ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ. മണ്ണിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിർത്തുന്നത് റൂട്ട്സാണ്. ഇപ്പോൾ ഗ്രാസിനെയൊക്കെ നമ്മൾ, ഗ്രാസ് എന്നല്ല ഏത് പ്ലാന്റ് ആയാലും. അപ്പം അങ്ങനെ വേരേ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്ത് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് എന്ന് പറഞ്ഞ GVK റാവുവാണ്. ഓക്കെ, ഡ്യൂ ടു ബ്യൂറോക്രസി പ്രപ്പോസ് ദ പോസ്റ്റ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷൻ ടു ലീഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ കളക്ടർ. കാരണം നമ്മൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ബൽവന്തർ റായ് പറഞ്ഞതാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ പ്രസക്ത ഭാഗം. അവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും ഇതിൻ്റെ ടീം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനുമായി ബന്ധപ്പെട്ട്. പക്ഷേ GVK റാവു പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്യൂറോക്രസിയുടെ ഒരു ഇടപെടൽ കൂടുതലല്ലേ, ഡ്യൂ ടു ബ്യൂറോക്രസിയാണ്, മനസ്സിലായല്ലേ. ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണ്, നമ്മളൊരു ഉദ്യോഗവൽക്കരണം എന്ന് നമ്മൾ പറയും, ഉദ്യോഗസ്ഥവൽക്കരണം. അപ്പോൾ അതുകൊണ്ട് GVK റാവു പ്രപ്പോസ് ദ പോസ്റ്റ് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, DDC, ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ, ടു ലീഡ് ദ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കളക്ടർക്ക് പകരം. ഓക്കെ, അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഈ എല്ലാം സിംഗ് ബിയോണ്ട് 1986
റെക്കമെൻഡിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഈ LM സിംഗ്വിയുടെ റിപ്പോർട്ടിൽ ഭരണഘടനാ പദവി നൽകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ആൻസറുകളിൽ നമ്മൾ PK തുങ്കനൊക്കെയാണ് പഠിക്കുന്നത്. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് PK തുങ്കനാണ്. അതുകൊണ്ടാണ് LM സിംഗ്വിയുടെ അശോക് മേത്ത മുതലേ ഈ കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഒക്കെ റിപ്പോർട്ടിലുണ്ട്. മനസ്സിലാക്കുക, അത് നമ്മൾ മനസ്സിലാക്കുക. പ്രപ്പോസൽ ഗ്രാമസഭ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കാനായിട്ടാണ് LM സിംഗ്വി പറഞ്ഞത്. പക്ഷേ നമ്മൾ അതിനുശേഷവും കമ്മിറ്റികൾ വരികയും പിന്നീടാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകുന്നത്. പക്ഷെ അശോക് മേത്ത മുതലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കാനായിട്ട് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അടുത്തായി മുനിസിപ്പാലിറ്റി എന്നുള്ള ചോദ്യമാണ്. ഒരു ചോദ്യമാണ് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത്. ദ ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ആദ്യമായി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അന്ന് മദ്രാസ് മുനിസിപ്പൽ കോർപ്പറേഷനാണ്, ഇപ്പോൾ നമ്മൾ ചെന്നൈ. ഓക്കെ, ഏത് വർഷം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. 1688 1688. ഓക്കെ, ദ ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് മദ്രാസ്, നൗ ചെന്നൈ, on 29th September 1688. It was established by the British East India Company under a royal charter issued by King James II. ജെയിംസ് രണ്ടാമൻ ഇറക്കിയ അന്നത്തെ ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള ജെയിംസ് രണ്ടാമൻ ഇറക്കിയ റോയൽ ചാർട്ടർ പ്രകാരമാണ് 1688 സെപ്റ്റംബർ മാസം 29-ാം തീയതി ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. മദ്രാസ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരുന്നു. ഓക്കെ, the primary objective was to facilitate local taxation to fund public services like policing, health and urban maintenance. ഈ പോലീസിങ്, ഹെൽത്ത്, ആരോഗ്യം, അർബൻ മെയിൻ്റനൻസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് ഫണ്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് നികുതി ഏർപ്പെടുത്തണമല്ലോ. ടാക്സേഷൻ, ലോക്കൽ ടാക്സേഷൻ, തദ്ദേശമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മുനിസിപ്പൽ കോർപ്പറേഷൻ അന്ന് ഫോം ചെയ്തത്. അതിനുശേഷം ഫോളോയിങ് ദ മദ്രാസ് മോഡൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബോംബെ ആൻഡ് കൽക്കട്ട ഇൻ 1726. അതിനുശേഷം 1726 ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ മുനിസിപ്പൽ കോർപ്പറേഷൻ നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അത് അന്ന് മദ്രാസ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരുന്നു. 1688 സെപ്റ്റംബർ മാസം 29-നാണ് നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത ചോദ്യം യൂണിയൻ ടെറിട്ടറികളിൽ നിന്നാണ്. ഒരു ചോദ്യമാണ് 2020 യൂണിയൻ ടെറിട്ടറി എന്ന് ചോദിച്ചിട്ടുള്ളത്. നിലവിലെ ഇന്ത്യയിലെ ഭരണ പ്രദേശങ്ങളുടെ എണ്ണം. LP സ്കൂൾ ടീച്ചർ 2020 ചോദിച്ച ചോദ്യമാണ്. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ഇപ്പോൾ നിലവിൽ എത്രയുള്ളത്? നിലവിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളേ ഉള്ളൂ. 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 2026 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. 2019 ഒക്ടോബർ 31 ജമ്മു കശ്മീർ സംസ്ഥാനത്തെ ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉപയോഗിച്ചു. അതിന് മുമ്പ് നമുക്ക് 7 ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ആർട്ടിക്കിൾ അത് സ്റ്റേറ്റ് ആയിരുന്നു. ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള സ്പെഷ്യൽ സ്റ്റാറ്റസ് പ്രത്യേക പദവി എടുത്തു കളയുകയും സംസ്ഥാന പദവി പോവുകയും 2 ജമ്മു കശ്മീർ ആൻഡ് ലഡാക്ക് എന്ന് പറയുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അതെന്തായി? 7+2 9 ആയി 2019 ഒക്ടോബർ 31. എന്നാൽ 2020 ജനുവരി 26 മറ്റ് 2 യൂണിയൻ ടെറിട്ടറികൾ ദാദ്ര ആൻഡ് നഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ യൂണിയൻ ടെറിട്ടറിയാക്കി. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു എന്നും പറഞ്ഞ് ഒരൊറ്റ യൂണിയൻ ടെറിട്ടറിയാക്കി. അങ്ങനെ 9 വീണ്ടും 1 കുറഞ്ഞ് 8 ആയി. അങ്ങനെയാണ് 8ലേക്ക് എത്തിയത്. ആ 8 ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു, ഡൽഹി, ജമ്മു ആൻഡ് കശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി. അങ്ങനെ 8 യൂണിയൻ ടെറിട്ടറികളാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2020 പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റീസ്, യൂണിയൻ ടെറിട്ടറീസ് ഈ 3 ടോപ്പിക്കുകളിലായി ചോദിച്ചത്. അടുത്ത എപ്പിസോഡിൽ 2020 തന്നെ ഇതിന് ശേഷമുള്ള ടോപ്പിക്കുകളിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. താങ്ക് യു.